நல்லா இருக்கு எனக்கு பிடிச்சது. വിടമുയർച്ചയാണോ അതോ വാട മരിച്ചയാണോ എന്നുള്ളൊരു ഡൗട്ട്. വിജയ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷേ ഒരിക്കലും ലാലേട്ടൻ്റെ ഒരു 7 അയൽപക്കത്ത് പോലും എത്താൻ പറ്റുന്ന ഒരു നടനല്ല. നിങ്ങൾ എല്ലാവരും എൻ്റെ ഫേസ് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം എന്തറിയാവോ, ഫസ്റ്റ് ഡേ കളക്ഷനും മലയാള സിനിമയിലെ തന്നെ ഓവറോൾ ഗ്രോസ് കളക്ഷനും എമ്പുരാൻ എന്ന പേരിൽ സുവർണ്ണലിപിയിൽ എഴുതി ചേർക്കുക തന്നെ ചെയ്യും. ഇപ്പം ലാലേട്ടനെ പല രീതിയിൽ അദ്ദേഹത്തിന് ട്രിം ചെയ്യില്ല, താടി എടുക്കില്ല. ഇന്നലെ അത് കണ്ടിട്ട് പലരുടെയും കുരു പൊട്ടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇളകി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ അവളോട്ട് ഇല്ല ബ്രോ, കഥ 2 വർഷം കാത്തിരിക്കേണ്ടുള്ള ഒരു ആവശ്യമില്ല. ഇത് കാത്തിരിപ്പിന്റെ ഇടയിൽ നല്ല സൂപ്പർ പടമാണ്, ഒരു മാറ്റം കണ്ടല്ലേ. എന്നെ കണ്ടല്ല, നല്ല സൂപ്പർ ആയിരിക്കണം പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൽ സിനിമ വരും, അപ്പൊ കണ്ടാ മതി, വെറുതെ പൈസ കൊണ്ട് കളയില്ല. ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் இழுக்கும், பட் வெயிட் பண்ணுங்க. இன்டர்மிஷனுக்கு அப்புறம் படம் சூப்பராக இருக்குது. தரிசனம் நல்லபடியாக முடிஞ்சு. கொலை தூக்கம் അന്ത്യത്തിന് ബീജമൊക്കെ അടിപൊളിയാണ്. നല്ല ആവറേജ് വേറെ ലെവൽ സാർ, സൂപ്പർ സാർ. അജിത്തിൻ്റെ മൂവിയെക്കാട്ടി വ്യത്യസ്തമായ ഒരു ലെവലിലാണ് കൊണ്ടുപോകുന്നത്. ഹോളിവുഡ് മൂവി കാണുന്ന ഒരു ഫാമിലി മൂവി കാണുന്ന ഒരു ഫീലായിരിക്കും കിട്ടുന്നത്. അല്ല ഒരു വലിയൊരു ബിഗ് മാസ് ലെവലൊന്നുമില്ല. അത്തരം രീതിയിലുള്ള ഒരു സ്ലോ ലെവലിലാണ് കൊണ്ടുപോകുന്നത്. സ്റ്റോറി ബേസ് ആയിട്ട് മാത്രം എടുത്തേക്കുന്നത്. വലിയൊരു ആക്ഷനൊന്നും പ്രതീക്ഷിച്ച് പോകുന്ന വലിയ മാസ് എഫക്റ്റ് അങ്ങനെയൊന്നുമില്ല. நோ நல்லாவே இல்லை. 2 வருஷத்துக்கு ஒர்த்தே இல்லை ப்ரோ இந்த மூவி. இருக்கையில இதான் பெஸ்ட் மூவி. தமிழ்நாட்டிலேருந்து வந்திருக்கோம், கன்னியாகுமரியிலேருந்து வந்திருக்கோம். மூவி அவ்வளோட்டு ஒர்த்து இல்லை ப்ரோ, வெரி வெரி ஒர்ஸ்ட். நல்லா தான் இருக்கு, ஆனால் கதை அவ்வளோட்டு இல்லை ப்ரோ. கதை அவன் சிம்பிளாக எடுக்க வேண்டியதை பெருசாட்டு பெருசு மூவியாட்டு எடுத்துருக்கேன். எங்கன்னு தெரியல. നൈസാ കൊള്ളാം ചേട്ടാ, കുഴപ്പമില്ല, നല്ല പടം. കൊള്ളാം ബ്രോ, നല്ല പടം, നൈസ് പടം. നമുക്ക് കാണാം, ഫാമിലിയെ കാണാം. കൊള്ളാം. സ്ലോ പേസ്ഡ് പടമാണ്, പക്ഷെ കൊള്ളാം, നല്ല പടം. കൊള്ളാം, നല്ല പടം, അടിപൊളി പടം. കൊള്ളാം ബ്രോ, നല്ല പടം. ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് നല്ല പടം. പൊളി, അടിപൊളി. നല്ല ആക്ഷൻ പടമാണ്, എല്ലാവരും കാണാൻ പറ്റിയ സിനിമയാണ്. കാത്തിരിപ്പിന്റെ ഇടയിൽ നല്ല സൂപ്പർ പടമാണ്, ഒരു മാറ്റം. ഒരു ആവറേജ് 2 വർഷം കാത്തിരിക്കേണ്ടുള്ള ഒരു ആവശ്യമില്ല ഇതിന്. പകൽത്തിരിമിനയുടെ മറ്റേ പഴയ സിനിമയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അജിത്തിന്റെ ആക്ഷനൊക്കെ വളരെ കുറവ്, ഭയങ്കര ഇഴച്ചിലൊക്കെ ഉണ്ട്. പടം സൂപ്പർ. തൃശ സൂപ്പർ. 2 വർഷം കാത്തിരിപ്പിന്റെ അതിന്റെ ഇതില്ല. മേഘാമൻ എങ്ങനെ ഇരുന്ന് ഫസ്റ്റ് ഇളപ്പൊക്കെ ഉണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലൈമാക്സ് മാത്രം കൊള്ളായിരുന്നു. അതേപോലെ തന്നെ കുഴപ്പമില്ല, ആവറേജ് സിനിമ, ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് കാണാം. ക്ലൈമാക്സ് ട്വിസ്റ്റ് പറഞ്ഞിട്ട് ഒരു നമ്മുടെ എക്സ്പ്രസ് ട്വിസ്റ്റ് ഉണ്ട്. അടിപൊളി പടം, ക്ലാസിക് വേണം. നല്ല പടം. മൂവി വാസ് ഗുഡ്. നല്ല പടമായിരുന്നു, കിടലം ബ്രോ. ഒരു ആവറേജ് മൂവി, പറയാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. ഒരു ഹോളിവുഡ് മൂവി കാണുന്ന ഒരു ഫീൽ ഉണ്ട്. അല്ല, 2 വർഷം ഇതിന് എന്തിനാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇത് വെറുതെ ലാഗ് അടിച്ച് നമ്മളെ ഫാൻസാർ ലാഗ് അടിപ്പിച്ച ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ. പടം കുഴപ്പമില്ല, കണ്ടിരിക്കും, ഉറങ്ങാൻ ചെയ്യാം, കുഴപ്പമില്ല. കൊള്ളാം, നല്ല പടം, കുഴപ്പമില്ല. സൂപ്പർ ഫിലിം. അജിത്ത് തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. മ്യൂസിക് ഒരു രക്ഷയില്ല, പടം ഹിറ്റാണ്, ഓക്കെയാണ്. നന്നായിട്ടുണ്ട്, കൊള്ളാം. പടം അടിപൊളിയാണ് കേട്ടോ, കിടക്കാച്ചി മൂവിയായിരുന്നു. നല്ല മൂവി, അടിപൊളി. നൈസ്, വെരി നൈസ്. അതെ, അടിപൊളി, നൈസ്. ആക്ഷൻ നന്നായിട്ടുണ്ട്. തൃശ്ശയായിട്ടുള്ള കോംബോ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മകിഴ് സിനിമയുടെ മോഡലാണ് ഇരിക്കുന്നത്. ആ ഡയറക്ടർ മോഡലുണ്ടല്ലോ, ക്ലാസ് പടമാണ്. മാസായിട്ട് വലുതായിട്ട് നോക്കണ്ട, ആ ഡയറക്ടർ മോഡലാണ് ഇരിക്കുന്നത്. കൊള്ളാം, അടിപൊളി സിനിമ. രക്ഷയില്ല ബ്രോ, അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തത്. അജിത്തിന്റെ അടിപൊളി, നല്ല സിനിമ. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അജിത്ത് നല്ല സൂപ്പർ ഫിലിം, അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. എടാ ഉറങ്ങിത്തള്ളാടാ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ്. അനിരുദ്ധിന്റെ ബീജം നല്ല കിടിലും. കണ്ടല്ലേ, എന്നെ കണ്ടല്ല, നല്ല സൂപ്പർ ആയിരിക്കണം പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൽ സിനിമ വരും, അപ്പൊ കണ്ടാ മതി, വെറുതെ പൈസ കൊണ്ട് കളയില്ല. നന്നായിട്ട് തൂങ്ങാം. എല്ലാ ആക്ഷൻ സീക്വൻസിലും എന്താ പറയാ, സൂപ്പർ മൂവി നമുക്ക് കാണാൻ പറ്റും. കൊടുത്ത പൈസ കീറി. ഒരു വൈകും കൊള്ളൂലെന്നല്ല, ഫൈറ്റൊക്കെ കൊള്ളാം. പടം മറ്റേ ഇംഗ്ലീഷ് സ്റ്റൈലിൽ എടുത്തിട്ടുണ്ട്, പക്ഷേ ബോറാണ്, ഭയങ്കര ലാഗാണ്. உறங்கிப்போடு பயங்கரமாக இருந்துச்சு. தலை எப்பயுமே நல்லா தான் இருப்பார். ஆக்ஷன் சீக்வன்ஸ் நல்லா இருந்துச்சு. கடைசி செகண்ட் ஹாஃப் வந்து டைரக்ஷன் பயங்கரமாக இருந்துச்சு. ஃபைட் சீன்ஸ் தான் கொள்ளம், அமேசிங், நல்லா இருந்துச்சு. கண்டிப்பாக பிடிக்கும். ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் இழுக்கும், பட் வெயிட் பண்ணுங்கள். இன்டர்மிஷனுக்கு அப்புறம் நல்லா இருக்குது, சூப்பராக இருக்குது, நல்லா எடுத்திருக்காங்க. ஃபுல் ஆக்ஷன் மூவி, சூப்பராக இருக்குது. சூப்பராக இருந்துச்சு. ஆஃப்டர் 2 years we are watching in screen. நல்லா இருக்கு, சூப்பராக இருக்குது. எல்லோரும் போய் கண்டிப்பாக பார்க்கலாம். நல்லா இருக்குது. தலை ரொம்பவே நல்லா இருக்காங்க. ஸ்க்ரீனில் பார்க்க லைக் வித்தியாசமான லுக்காக இருந்துச்சு. ரொம்பவே நல்லா இருந்துச்சு, போய் பார்க்கலாம். நல்லா இருக்கு, எனக்கு பிடிச்சது. தலை கடிச்சு
பார்த்தது நான் தலை ஃபேன் இதை ஃபர்ஸ்ட் டைம் FDFS வந்திருக்கு இதுக்கும் வரும் FDFS அது நல்லா இருக்கு அந்த அர்ஜுன் அஜித் ஃபைட் சீன்ஸு கார் ஃபைட் சீன் அந்த ஆங்கிள் கேமரா அதெல்லாம் நல்லா இருந்தது பிடிக்கும் எல்லாரும் போய் பார்க்கலாம் நல்லா ரேட்டிங் எனக்கு தெரியல ஒரு 7-8 நல்லா இருந்துச்சு പോയി பார்க்கலாம் ഒന്നും പറയാനില്ല ഇത് വിടാമുയർച്ചയാണോ അതോ വാടാമുയർച്ചയാണോ എന്നുള്ള ഒരു വല്ലാത്ത ഡൗട്ടായിപ്പോയി കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒന്നും ഈ പടത്തിനകത്ത് വന്നിട്ടില്ല എന്നുള്ള വളരെ നിരാശാജനകമായി പോയി ഇനി അടുത്ത പൊങ്കലെങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു അജിത്തിനെ പോലുള്ള ഒരാളൊക്കെ നമ്മൾ ഈ പടത്തിനകത്ത് പറയാൻ ഒന്നേ ഉള്ളൂ വിഷ്വലൈസിങ് ഓക്കെയാണ് ക്യാമറ വർക്ക് ഓക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓക്കെയാണ് അതർവൈസ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മെത്ത വിരിച്ച് തരെയാണ് ഉറങ്ങിക്കോ എന്നുള്ളൊരു ആവശ്യം സെക്കൻഡ് ഹാഫിലേക്ക് ഒരു തുടക്കം ഒരു ഇൻ്റർവെൽ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഫസ്റ്റ് ഹാഫിൽ കിട്ടാത്ത സെക്കൻഡ് ഹാഫിൽ കിട്ടും എന്നുള്ളത് സാധാരണ അജിത്തിൻ്റെ ഒരു ബിലോ ആവറേജ് ഫിലിം കാണുന്ന ആ ഫീൽ മാത്രമേ ഇതിനകത്തുള്ളൂ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു 10% വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ദീപാവലിക്കെങ്കിലും പൊങ്കലിനെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു വലിയ നിരാശാജനവും വളരെ മോശം പടം എമ്പുരാൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൻ്റെ പുതിയ ഒരു തലവര മാറ്റി വരയ്ക്കുന്നു അതായത് മലയാള സിനിമാ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളാൽ എഴുതി ചേർക്കേണ്ട ഒരു പടമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാർച്ച് 27 എന്ന ഒരു ദിവസത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഓവറോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ ഒരൊറ്റ തിയേറ്ററിൽ പോലും ഒരു ടിക്കറ്റ് പോലും ഫാൻസ് വെച്ച് ബാക്കിയില്ല എന്നുള്ള ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർച്ച് 27 ലോക മലയാളികൾ എല്ലാ ഭാഷയിലും പ്രതീക്ഷിക്കുന്നു ലാലേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് ഇപ്പം ലാലേട്ടനെ പല രീതിയിൽ അദ്ദേഹത്തിന് ഡ്രിം ചെയ്യില്ല താടി എടുക്കില്ല ഇന്നലെ അത് കണ്ടിട്ട് പലരുടെയും കുരു പൊട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇളകി മറിച്ചുകൊണ്ടിരിക്കുകയാണ് 27 വേണ്ടി ലോക മലയാള ജനത കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന ആ ഒരു പ്രതിഭയെ കാത്തിരിക്കുന്ന വലിയ സിനിമ മലയാള സിനിമയിലെ എക്കാലത്തെയും ഫസ്റ്റ് ഡേ കളക്ഷൻ ബ്രേക്ക് ചെയ്യപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ട് ചെയ്യാം നിങ്ങളെല്ലാവരും എൻ്റെ ഫേസ് നോട്ട് ചെയ്ത് വെച്ചോളൂ കാരണം എന്തറിയാവോ ഫസ്റ്റ് ഡേ കളക്ഷനും മലയാള സിനിമയിലെ തന്നെ ഓവറോൾ ഗ്രോസ് കളക്ഷനും എമ്പുരാൻ എന്ന പേരിൽ സുവർണ്ണ ലിപികൾ എഴുതി ചേർക്കുക തന്നെ ചെയ്യും നമുക്ക് ശുഭപ്രതീക്ഷയോട് കൂടി സംശയമില്ലാത്ത കാര്യം ഇനി ഞാൻ ചോദിച്ചോട്ടെ ഞാൻ 2 മാസം ബാക്കി നിൽക്കേ 2 മാസം വിജയ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഒരിക്കലും ലാലേട്ടൻ്റെ ഒരു 7 അയൽപക്കത്ത് പോലും എത്താൻ പറ്റുന്ന ഒരു നടനല്ല ഇത് കാണുമ്പോൾ താഴെ കമൻസുകൾ വരും എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു നടൻ എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ് അതിനകത്ത് നോ ഡൗട്ട് ലിയോയുടെ അതൊക്കെ നമ്മൾ ഇപ്പോഴേ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് എക്സ്ട്രാ ഷോയ്ക്ക് എത്രത്തോളം നമുക്ക് കിട്ടുമെന്നുള്ളതിനുള്ളൊരു പോസിബിൾ വെയിറ്റിങ്ങിന് വേണ്ടിയാണ് ഇത് പൊങ്കാല പടമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് വിടാമുയർച്ചയാണോ അതോ വാടാമയർച്ചയാണോ എന്നുള്ളൊരു ഡൗട്ട് ഇത് കാണുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിക്കരുത് അത്രത്തോളം വേദനാജനകമായ ഒരു വികാരമാണ് നമ്മളിൽ നിന്നും ഉണ്ടാകുന്നത് കാരണം തല അജിത്ത് എന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു നല്ല ഷോട്ടിന് വേണ്ടി ഫിസിലടിക്കാൻ വന്നിരുന്നവർ പോലും തിയേറ്ററിനകത്ത് ഫാൻ ഷോയിൽ ഏതെങ്കിലും ഒരു ഷോയിൽ അദ്ദേഹത്തിന് കൈയടിക്കുന്നതായിട്ടോ ഫിസിലടിക്കുന്നതായിട്ടോ നമുക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് ഞാൻ ക്ഷമാപണം അർപ്പിക്കുന്നു അതർവൈസ് അങ്ങനെ ഒരു സീന് ഇൻ്റർവെല്ലിലോ ക്ലൈമാക്സിലോ പോലും കൈയടിക്കാതെ എണീറ്റ് പോയ ഫാൻസിൻ്റെ നിരാശയെ അതേ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്